അവിടെ പരിപാടി കളിച്ചപ്പോൾ അവിടെ 7 മണിക്ക് ഇറങ്ങുന്ന പരിപാടി തുടങ്ങിയപ്പോൾ 10 മണിയായി, രാത്രി 10 മണി. പരിപാടി പൊളിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ തുമ്മിയാൽ എനിക്കൊരു അടി കിട്ടും. തമാശയാണ്, ഞാനും കൂടെ കുറച്ചൊക്കെ എനിക്ക് ഒരേ ഇത്തിരി പഴയതാണെന്നുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ ആ കാലിലേക്ക് വീണു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞത്. അച്ഛൻ പറഞ്ഞു ഇനി പരിപാടി എന്ന് പറഞ്ഞ് വീട്ടിൽ നിറക്കിട്ടുണ്ട്, മുട്ടുകാലം ഞാൻ വിട്ടിരിക്കുന്നു. അന്നേരം എനിക്ക് ഇത് പൊളിഞ്ഞു. ലാലേട്ടനോ? എൻ്റെ കിളി പോയി. ഞാൻ സുരാജേട്ടനെ വിളിച്ചു. സുരാജേട്ടാ, ലാലേട്ടൻ ഇരിക്കുന്നുണ്ട്. എവിടെ? ഇതേ ഇരിക്കുന്നുണ്ട്. സുരാജേട്ടൻ അണ്ണാന്ന് വിളിക്കുമ്പോൾ നമസ്കാരം. പ്രോഗ്രാം ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒപ്പം രാമപുരത്ത് നിന്നുള്ള മിമിക്രിക്കാരൻ, ഞാൻ പരിചയപ്പെടുത്തുന്ന പേര് പോലും പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ തിരിച്ചറിയാത്ത ആരുമില്ല. അത്രയും നല്ല മിമിക്രി സ്റ്റേജുകൾ കയ്യടി വാങ്ങിയ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ പേര് പറഞ്ഞ ഒരു കാര്യമില്ല, സ്ഥലപ്പേരിൽ അറിയും അല്ലേ? അങ്ങനെയല്ല, രാമപുരം. രാമപുരം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഇന്ന എല്ലാവരും രാമപുരം വിളിക്കുക. അതെ അതെ, പേര് വിളിക്കാറില്ല. രാമപുരം ഇങ്ങോട്ടോടാ അങ്ങനെ, അതാണ് എൻ്റെ അറിവിലും അങ്ങനെയാണ്. പക്ഷെ മിമിക്രി എന്നൊരു കലയോട് ഇത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എത്ര വർഷമായി? ഇപ്പോൾ അത് 20 വർഷം മുകളിലായി. 20 വർഷം മുകളിലായി. അതാണ് എത്ര വർഷമായി ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും അതേ യാത്രയല്ലേ? അതേ യാത്ര തന്നെയാണ്. രാവിലെ എത്തി. നിങ്ങളുടെ കുടുംബത്തിലെ പരിപാടിയാണ്. അതെ അതെ, റൈറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുടുംബമല്ലേ? അതെ 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 അതെ. എനിക്ക് തോന്നുന്നു സ്റ്റേജുകളിൽ ശരിക്കും മിമിക്രി എന്നൊരു കലാരൂപം കൊണ്ടുകടന്നിട്ട് കുറേ ആളുകൾ ഇപ്പോഴും ഇത് കൊണ്ടുവരുന്നത്. പിന്നീട് അത് മാറി. മിമിക്രിയുടെ പല വേഷങ്ങളായി സ്കിറ്റുകളായി മാറുന്നു, പാട്ടുകൾ രൂപത്തിലാവുന്നു. പണ്ടൊക്കെ എനിക്കൊന്ന് 20 വർഷം മുമ്പൊക്കെ ഏറ്റവും രസകരമായ മറ്റേ ഗാനമേള ഉണ്ടല്ലോ, മിമിക്സ് ഗാനമേള സൂപ്പർ ഹിറ്റായ സാഹചര്യമാണ്. ആ സമയത്തൊക്കെ താങ്കളുണ്ട്? ഉണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഞാൻ രസികയിലേക്കാണ് വരുന്നത്. രസിക അന്ന് മിമിക്സ് ഗാനമേളയിൽ ഏറ്റവും നല്ല ടോപ്പ് ലെവലിലേക്ക് സമയത്ത് ഞാൻ വരുന്നത്. അന്ന് ബിജുക്കുട്ടന്, രാജേഷ് പറവൂര് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ അവിടെ അടക്കി വാഴുന്ന സമയത്താണ് ഞാൻ രസികയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മിമിക്സ് ആദ്യത്തെ ഒരു പകുതി സമയം മിമിക്സ് ഗാനമേളയാണ്. അതെ അതെ അതെ. അപ്പോൾ അത് സാധാരണ ഓർക്കസ്ട്ര ഗാനമേള എങ്ങനെയാണോ അതേ ഫീലിൽ അവർ കൊണ്ടുവരും. നമ്മളൊക്കെ കാണുന്ന ഹരീശ്രീ അശ്വൻ, സിദ്ദിഖ്, ലാല്, ഇവരൊക്കെ നാദിർഷ, അശ്വൻ ചേട്ടൻ്റെ മിമിക്രി ഒരു കച്ചേരിയൊക്കെ ഉണ്ടല്ലോ. അതെ, കച്ചേരി. അവരുടെ കച്ചേരി ശരിക്കും കച്ചേരിയിലാണ് മിമിക്സ് ഗാനോടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഴക്കുളം ആന്റണി ചേട്ടന്, ആന്റണി ചേട്ടനൊക്കെ അന്ന് സ്ട്രിങ് സൈഡ് ചെയ്ത് കൈയടി മേടിക്കും. അത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കത്തിനിട്ടിട്ട് മൈക്ക് ചെക്ക് ചെയ്യുമ്പോൾ സ്ട്രിങ്സ് വായിച്ച് കീബോർഡിൻ്റെയും വയലിൻ്റെയും ഒക്കെ ഇത് വായിച്ച് കൈയടി മേടിക്കും. മറ്റേ ജോർജ്, അതെ ഏലൂർ ജോർജ് ജോർജിന്റെ ആ തബലയൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സാധനം. അതിന്റെ വേറൊരു വകഭേദമാണ് ഇപ്പൊ ഈ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നത്. അതെ 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 അതെ. എങ്ങനെയാണ് ഈ മിമിക്രി എന്നൊരു കലയിലേക്ക് എത്തി? മിമിക്രി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എല്ലാവരിലേക്കും ശരിക്കും ഞാൻ ഒരു ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഫൈനാൻസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മിമിക്രി എന്ന് പറയുന്നത് നമുക്ക് കണ്ട് അതിനോട് വലിയൊരു ആവേശമായിപ്പോയി. അങ്ങനെ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നൊരു എന്താ അറിയില്ല. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് 3-4 ആൾക്കാരുണ്ട്, പ്രശസ്തരായ 3-4 ആൾക്കാർ. അന്ന് രസികയിലും ഹരിശ്രീയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോബി ചേട്ടന്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരോടൊപ്പം ഒന്നും പോകാനുള്ള സാഹചര്യം നമുക്കില്ല. കാരണം അവരൊക്കെ പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് പിന്നീട് സ്വന്തമായിട്ട് പാലായിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ഞങ്ങളൊരു ചെറിയ ട്രൂപ്പൊക്കെ തുടങ്ങി. അത് പരിപാടി അവതരിപ്പിച്ചു. അത് ആദ്യകാലങ്ങളിലൊക്കെ ഒരു 3-4 പരിപാടികളൊക്കെ സക്സസ് ആയി പോയി. അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ഓണത്തിന് ഞാൻ ഒരു പരിപാടി അവതരിപ്പിച്ചു, രാമപുരത്ത്. അപ്പോൾ അതാണ് ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന പരിപാടി. പക്ഷെ അന്ന് സംഭവിച്ചത്, അന്ന് 2 പരിപാടി പിടിച്ചു. 2 പരിപാടി പിടിച്ചിട്ട് അന്ന് ഓണം വന്നു പറഞ്ഞുകൊണ്ട് ഈ കുറച്ച് ആർട്ടിസ്റ്റുകൾ വന്നില്ല. അവർക്ക് എൻ്റെ സീരിയസ്നെസ് അറിയില്ല. പരിപാടി പിടിച്ച് ഞാനാണല്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്നത് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പരിപാടി കളിച്ചപ്പോൾ അവിടെ 7 മണിക്ക് ഇറങ്ങുന്ന പരിപാടി തുടങ്ങിയപ്പോൾ 10 മണിയായി, രാത്രി 10 മണി. പരിപാടി പൊളിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ തുമ്മിയാൽ എനിക്കൊരു അടി കിട്ടും. നമ്മൾ 10 ദിവസം തുമ്മിപ്പോയി അപ്പോൾ അടി കിട്ടും. എന്തോ അവിടെ നിന്ന് ഇതെല്ലാം വാരി കെട്ടി ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ വന്നു. എൻ്റെ വീടിനെ ഒന്ന് വിളിച്ചപ്പോഴും ആൾക്കാരെല്ലാം വീട്ടിൽ പോയി. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് പരിപാടിയൊക്കെ തുടങ്ങി, എല്ലാം തീർത്ത് അവർ പൈസ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ അവിടുത്തെ പരിപാടിയെല്ലാം ഓക്കെ. ആദ്യത്തെ പരിപാടി ചീറ്റിയല്ല, 2ാമത്തെ പരിപാടി സക്സസ് ആയല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ പരിപാടി മൊത്തത്തിൽ പൊളിഞ്ഞത്. അച്ഛൻ പറഞ്ഞു ഇനി പരിപാടി എന്ന് പറഞ്ഞ് വീട്ടിൽ നിറക്കിട്ടുണ്ട്, മുട്ടുകാലം ഞാൻ വിട്ടിരിക്കുന്നു. അന്നേരം എനിക്ക് ഇത് പൊളിഞ്ഞു. പിന്നെ വഴി ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം എനിക്ക് പാലായ്ക്ക് പോകും വേണം. അപ്പോൾ അങ്ങനെ ഇരുന്ന് വീട്ടിൽ നിന്ന് എങ്ങനെ പോകും എന്നുള്ളൊരു വിഷമത്തിരിക്കുമ്പം ഒരു സച്ചൻ പറഞ്ഞു, നീ ഇനി ആരിലും അറിയാവുന്നവരുടെ കൂടെ പോയി പ്രോഗ്രാം ചെയ്ത് അവരുടെ കൂടെ നടക്കുക, എന്നിട്ട് നീ പരിപാടിക്ക് ഇറങ്ങുക. അങ്ങനെ പിന്നെ വീണ്ടും പരിപാടിക്കായിട്ട് ഇറങ്ങി സ്വന്തമായിട്ട്, അതായത് പിന്നെ ഒറ്റയ്ക്ക് ഷോകൾ ചെയ്യാൻ തുടങ്ങി, ഗാനമേളയ്ക്ക് ഗ്യാപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് രസിക എന്ന് പറഞ്ഞ ട്രൂപ്പിൽ ഗാനമേളയ്ക്ക് ഗ്യാപ്പായിട്ട് വന്നതാണ്
ഇന്റർവെൽ മെമിക്രി ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ട്രൂപ്പിലേക്ക് കയറി. ട്രൂപ്പിൽ നിന്ന് കയറി അവരുടെ ട്രൂപ്പിലേക്ക് കയറി. അത് കഴിഞ്ഞ് പിന്നെ പത്തനംതിട്ട സാരംഗ് അങ്ങനെയുള്ള ട്രൂപ്പുകളിൽ കൂടിയൊക്കെ വന്ന് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പത്തനംതിട്ട സാരംഗിന്റെ കൂടെ ആയിരിക്കും. സാരംഗിന്റെ കൂടെ രണ്ട് വർഷം വെച്ചു അടുപ്പിച്ചുണ്ടായിരുന്നു. പത്തനംതിട്ട സാരംഗിന്റെ പരിപാടിക്ക് എനിക്ക് ഓർക്കുന്നു എന്റെ നാട്ടിൽ അന്ന് ഞാൻ രാജാ സാഹിബ് അദ്ദേഹം മാറിയ സമയത്താണ് ഞാൻ വണ്ണപ്പുറത്ത് ഒന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ സിദ്ധാർത്ഥൻ ചേട്ടന്റെ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. ഏജൻസി അവിടെ വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാരംഗിൽ നിന്ന് വന്നു. സാരംഗിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പൊന്നപ്ര പ്രശാന്തേട്ടൻ എന്നെ വിളിച്ചു, നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് അയിലയിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങി. ഇപ്പം എങ്ങനെയാണ് യാത്ര? ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സത്യമായിട്ട് എന്നാ വെച്ചാൽ കോട്ടയം നസറിക്ക, ടിനിച്ചേട്ടൻ ഇവരെല്ലാം ഷോകൾ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഷോകൾ ഒരുപാട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഷോകളിൽ ഞാൻ നിർബന്ധമായിട്ട് എല്ലാ ഷോകളിലും എന്നെ വിളിക്കാറുണ്ട്. അപ്പം എൻ്റേതായിട്ടൊരു അരമണിക്കൂർ ഞാൻ കൊണ്ടുപോകും. അരമണിക്കൂറാണ് ഈ ജ്ഞാനവിള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണല്ലോ. പല ഇപ്പോഴത്തെ ഷോകളിലാണെങ്കിലും മെഗാ ഷോകളിലാണെങ്കിലും എൻ്റേതായിട്ടൊരു അരമണിക്കൂർ ഞാൻ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഐറ്റം ഏതായിരിക്കും? ഇമിറ്റേഷൻ തന്നെ, സ്റ്റാർ ഇമിറ്റേഷൻ തന്നെ. അതാണ് എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. ഏറ്റവും കയ്യടി കിട്ടിയ സ്റ്റാർ തന്നെ ആദ്യം ചെയ്ത് ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ആദ്യം എന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ശരിക്കും ദാസേട്ടൻ്റെ വോയിസ് ചെയ്ത ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം അന്ന് ആരും അതങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ യേശുദാസിൻ്റെ വോയിസ്, ദാസാറിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് ദാസാറിൻ്റെ മുമ്പിൽ ചെയ്ത് ഞാൻ. അതായത് ദുബായിൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഒന്ന് ദാസാർ, ഒന്ന് സച്ചിൻ തെണ്ടുൽക്കർ, പിന്നെ ഒന്ന് ലാലേട്ടനും മമ്മൂക്ക. ഇവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരെ കാണണം എനിക്ക് അത്രയും ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ദുബായിൽ ഞാൻ സുരാജേട്ടനും കൂടെ ഒരു ഷോയ്ക്ക് പോയി കഴിഞ്ഞപ്പം അന്ന് വിജയ് യേശുദാസ്, ദാസേട്ടന് വൈഫ്, കുടുംബം എല്ലാവരും ഉണ്ട്. അന്ന് ഞാൻ അവിടെ നിന്നപ്പോൾ സുരാജേട്ടൻ പറഞ്ഞു ദാസേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് വെച്ച് സ്റ്റേജ് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, എൻ്റെ കൈയും കാലം പറിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ല നീ അത് ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്ത് ഞാൻ കണ്ണുടച്ചെന്നാണ് ചെയ്തത്. കണ്ണുടച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിന് ബാക്കിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സുരാജേട്ടനോട് സ്റ്റേജിൻ്റെ ബാക്കിൽ റൂമിലിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്നൊരു മനുഷ്യൻ ഇറങ്ങി വന്നു. തമാശയാണ്, ഞാനും കൂടാം, കുറച്ചൊക്കെ എനിക്ക് ഒരേ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഞാൻ ആ കാലിലേക്ക് വീണു. ഞാൻ പറഞ്ഞു നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ മിച്ചം അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഈ ദാസേട്ടൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ 3 പേരിന്ന് സംസാരിക്കുന്ന ഒരു സമയമുണ്ടായി. എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത്. കാരണം പിന്നീട് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. കാരണം വെച്ചാൽ പിന്നെ എനിക്ക് തന്നെ തോന്നി ഇനി അത് ഞാൻ ചെയ്താൽ ശരിയാകില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വേറെ ഇപ്പോഴും മെമിക്രി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കും. ഈ ദാസേട്ടൻ അവിടെ ഏറ്റവും കൗതുകമായത് ദാസേട്ടൻ നമ്മളിരിക്കുന്ന റൂമിലേക്ക് വരുവാണ്. അതായത് സുരാജേട്ടനുണ്ട്, ഞാനും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് ദാസേട്ടൻ വരികയാണ്. വന്നിട്ട് സുരാജേട്ടനോട് പറയുകയാണ് തമാശയാണ്, ഞാനും കൂടാ. അയ്യോ, അതൊരു വല്ലാത്ത ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഒരു സാഹചര്യം ആർക്കും ഒരിക്കലും കിട്ടില്ല. വളരെ ചുരുക്കം കിട്ടിയാലുള്ളൂ അങ്ങനെ. അങ്ങനെ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അതെ ചോദിക്കാൻ പോയത്. ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ചത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ചെന്നൈക്ക് ഷോയ്ക്ക് പോവാം. അത് സുരാജേട്ടൻ ഞാൻ കൂടെ പോകുന്നു. അപ്പോൾ സുരാജേട്ടൻ വിൻഡോ സൈഡിലിരിക്കുന്നു, ഈ മിഡിൽ സീറ്റ് ഞാനിരിക്കുന്നു, തൊട്ടിപ്പുറത്ത് സീറ്റ് കാലിയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോൾ അവിടെ ബോർഡിംഗ് പാസിന് നിന്ന് ഇപ്പോൾ അവർ പറഞ്ഞു ലാലേട്ടനുണ്ടല്ലോ ചെന്നൈക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പം ആരാന്ന് നമുക്കറിയില്ല. മോഹൻലാലിൻ്റെ കാര്യമാണോ പറഞ്ഞത്, അതോ ഡയറക്ടർ ലാൽ സാറിൻ്റെ കാര്യമാണോ പറഞ്ഞത്, ആരുടെ കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് വിട്ട് ഞങ്ങൾ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റിലേക്ക് ഒരാൾ വന്ന് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പോൾ ഫ്രണ്ടിൽ പോക്കറ്റിൽ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചു, ലാലേട്ടൻ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ താടിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ണാടിയൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇരുന്ന് ലാലേട്ടനോ, എൻ്റെ കിളി പോയി. ഞാൻ സുരാജേട്ടനെ വിളിച്ചു, സുരാജേട്ടാ ലാലേട്ടൻ ഇരിക്കുന്നു കേട്ടോ. എവിടെ ഇതേ ഇരിക്കുന്നു. സുരാജേട്ടൻ അണ്ണാന്ന് വിളിക്കുമ്പോൾ നീ ഉണ്ടോ, നീ എങ്ങോട്ടാ. പിന്നെ അവിടെ നിന്നൊരു സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഒരു യാത്ര ചെന്നൈ വരെ, ചെന്നൈയുടെ എയർപോർട്ടിന് വെളിയിൽ പോകുന്നിടം വരെ എന്തൊരു അനുഭവമായിരുന്നു അറിയാതെ. അതൊന്നും പറഞ്ഞാൽ മറക്കാൻ പറ്റില്ലത്. അപ്പം ഇങ്ങനെ ആ തമാശകൾ ഇവർ തമ്മിലുള്ള അടുത്ത സൗഹൃദമാണ്. അതിനകത്തേക്ക് എന്നെ കൂടെ കൂട്ടിയിട്ട് എന്നോടും കൂടെ കൂടി ഇങ്ങനെ സംസാരിച്ച് പോവാ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഇന്ന് ലോകാവസാനമാണ്. അങ്ങനെയൊക്കെയുള്ള മമ്മൂക്കായെ കണ്ടിട്ടുണ്ട്. മമ്മൂക്കായെ പട്ടണതിഭൂതത്തിൻ്റെ സെറ്റ് വെച്ച് ആദ്യം കാണുന്നത്. അന്ന് പക്രുചേട്ടൻ്റെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് പാലക്കാട് പ്രോഗ്രാമിന് പോകുമ്പോൾ പക്രുചേട്ടൻ പറയുന്നത് പിറ്റേ ദിവസം ഷോ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടലിൽ തങ്ങിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഒരുമിച്ച് പോകാൻ. അങ്ങനെ പട്ടണതിഭൂത സെറ്റ് വെച്ച് മമ്മൂക്കേനെയും കണ്ടു. അങ്ങനെ
ഇനി സച്ചിനാന്നൊരു വലിയൊരു ആഗ്രഹമാണ്. അത് ഒരു ദൂരം കണ്ടാൽ മതി, അത്രയുള്ളൊരു ആഗ്രഹം. സച്ചിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചുകൊണ്ടൊരു പ്രശ്നമുള്ളൂ. അതെ, പക്ഷേ കൊച്ചിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത് അല്ലേ? ഈ പറഞ്ഞതുപോലെ പല നടന്മാരുടെയും ശബ്ദം ചെയ്യുമായിരുന്നു അല്ലേ? നമുക്ക് പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെട്ട, നേരത്തെ പറഞ്ഞു എൻ്റെ ഏറ്റവും ഇത് യേശുദാസിനാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു? പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ ആ സിംഗേഴ്സിന്റെ കുറെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാട്ട് രൂപയാണ്. പാട്ട് രൂപയല്ല. അത് കഴിഞ്ഞ് പിന്നീട് വന്നത് കോമൺ ആയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ ലൈംലൈറ്റ് നിൽക്കുന്ന ആരൊക്കെയാണോ അവരിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം പിഷാരടി പിഷാരടി ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പോഴും. പിഷാരടിനെ എപ്പോൾ പറഞ്ഞാലും കയ്യിൽ കിട്ടും. കാരണം അയാൾ അത്രയും ജനകീയനാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം പിഷാരടിയെ പറയാറുണ്ട്. പിന്നെ അങ്ങനെ ജോജു ചേട്ടന്, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മാറി 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 ഇങ്ങനെ സംസാരിച്ച് അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ജമ്പ് ചെയ്ത് പോകും. അതായത് പറഞ്ഞ് നമ്മൾ ഇപ്പം ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇപ്പോഴത്തെ ഒരു ഷോയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് വിദേശത്തേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതെ. അതായത് മൾട്ടി ടാലൻ്റ് ആയിട്ടുള്ള 1-2 ആൾക്കാരെ കൊണ്ടുപോകും. ഒരു മിമിക്രിക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ ഒരാളായിരിക്കും കൊണ്ടുപോകും. അപ്പോൾ അയാൾക്ക് അവിടെ പോയി ഈ കൊടുക്കുന്ന സമയം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റാർ ഇമിറ്റേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനിയിപ്പോഴും അങ്ങനെ ഷോകൾ കിട്ടുന്നുണ്ട്. നമുക്കൊരു 2-3 സ്റ്റാറുകളൊന്നും കാണിക്കും. ഷുവർ ചെയ്യാം. ഇപ്പം പിഷാരടിയാണ് സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പം ഇപ്പം ചേട്ടാ ഞാനീ പറയുന്നതൊന്നും അത്ര വലിയ കാര്യഗൗരവമായ കാര്യമല്ല. പക്ഷേ എൻ്റെ തമാശകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവങ്ങളിൽ തന്നെ പലരും പറയാറുണ്ട് ഞാൻ എൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളെല്ലാം പലപ്പോഴും മാറി മാറി ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഓരോരോ കഥകൾ അങ്ങനെ പറഞ്ഞു പോകും. ജോജുചേട്ടനാണെങ്കിൽ ഈ നമ്മുടെ പൊറിഞ്ചുമറിയത്തിനകത്ത് നല്ലൊരു ഇതാണ്. അതായത് പൊറിഞ്ചുമറിയത്തിൽ പിന്നെ ജോജുചേട്ടൻ്റെ വേറൊരു സിനിമയുണ്ടല്ലോ, ഒരു ഹോസ്പിറ്റൽ ഇത് വെച്ച് തന്നെ, അതിലെങ്കിലും ഒരു ഡയലോഗുണ്ട്. എന്നിട്ട് ജോസഫല്ല, പടത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പം അതിൽ പറയുന്നുണ്ട്, ഈ പൊറിഞ്ചുമറിയത്ത് അത് പറയുന്നുണ്ട്, അയ്യപ്പെട്ടാ നോക്കി അതെൻ്റെ മറിയാണെന്ന്. അയ്യപ്പെട്ട എൻ്റെ അവളുടെ ഇടയിൽ മരം ഉണ്ടായിപ്പെട്ട, അതിൻ്റെ കൊമ്പിൽ അവളുടെ അപ്പം തൂങ്ങുന്ന ആടുണ്ട്. അത് കണ്ണീത് പോകാതെ അവളെൻ്റെ കൂടെ വരില്ല. ഇപ്പെട്ട ഒരു ദിവസം അവൾ വീടിൻ്റെ ഉമ്മർത്തൊന്ന് വീണു. നടന്നിട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. തിയേറ്ററിൽ കയറ്റിയപ്പോഴും അങ്ങനെ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് പറയുക, അവളിന് നടക്കില്ല, അവൾ മിണ്ടില്ല എന്നൊക്കെ. അതെങ്ങനെ ശരിയാവുകപ്പെട്ട അങ്ങനെ ഒരു വലിയൊരു ഡയലോഗാണ്. ഫീൽ ചെയ്യുന്ന സാധനമായിരുന്നു ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അവതരിപ്പിച്ചത്. ഒത്തിരി ആളുകളായിട്ട് ബന്ധങ്ങളുണ്ട് അല്ലേ? ഇത്രയും വർഷത്തെ ഇതിൽ നമ്മളെ കൈപ്പിടിച്ചുയർത്തിയത് നമ്മൾ വഴി രക്ഷപ്പെട്ട ആളുകളും ഉണ്ടാവുമല്ലോ അല്ലേ? അത് നമ്മൾ വഴി രക്ഷപ്പെട്ടെന്ന് പറയുന്നതല്ല ചേട്ടാ, എന്ന് വെച്ചാൽ അത് യാദൃശ്ചികതയായിരിക്കും. തീർച്ചയായിട്ടും. അതായത് അങ്ങനെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഈ പക്രുച്ചേട്ടൻ കുട്ടിയങ്കൂൽ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അന്ന് മനോരമ ചാനലിൽ അത് പുള്ളി അനൗൺസ് ചെയ്യുകയാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ പേജ് കൊടുത്തിരിക്കുന്ന നമ്പർ എൻ്റെ നമ്പറായിരുന്നു, ഫോൺ നമ്പർ കൊടുത്തിരുന്നത് എൻ്റെ ആയിരുന്നു. അപ്പോൾ ഡെയിലി ഒരുപാട് കോളുകൾ വരും, ഇങ്ങനെ ചേട്ടാ അഭിനയിക്കാൻ ചാൻസ് തരണം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയും എല്ലാവരും മെയിൽ അഡ്രസ്സ് കൊടുക്കും, അപ്പോൾ അതിലേക്ക് മെയിൽ ID ഫോട്ടോ അയച്ചോളൂ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഇത് എല്ലാ ദിവസവും എൻ്റെ ഫോൺ ഇങ്ങനെ മുടങ്ങാതെ ഇത് വന്നതോടുകൂടി, കാരണം പക്രുച്ചേട്ടനാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു, ചേട്ടാ ഞാൻ പക്രുച്ചേട്ടൻ പടം ചെയ്യുന്ന അറിഞ്ഞിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് എൻ്റെ ഫോണിലേക്ക് എൻ്റെ മെയിലിലേക്ക് ഫോട്ടോസ് ഇട്ടുള്ളൂ, ഞാൻ കൊടുത്തോളാം, ഞാൻ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ എന്ന് പറയും. അല്ല ചേട്ടാ എനിക്ക് അഭിനയിക്കണ്ട. പിന്നെന്താ വേണ്ടേ ചേട്ടാ, എനിക്കൊരു പാട്ട് എഴുതാൻ അവസരം തരുമോ? അഭിനയിക്കുന്നത് കൊള്ളാമല്ലോ, ഇത്രയും ദിവസങ്ങൾ വന്നിട്ട് ഒരാൾ പോലും പാട്ട് എഴുതാൻ ചാൻസ് ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പോൾ ഞാൻ ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ പേര് റെജി എന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പേര് ആ നമ്പറിൻ്റെ കൂടെ എൻ്റെ പേര് റെജിച്ചേട്ടനല്ലേ? അതെ, റെജിച്ചേട്ടൻ എനിക്കൊരു പാട്ട് എഴുതാൻ അവസരം തരാം. ഞാൻ പറഞ്ഞത് അത് ഓൾറെഡി ആയിട്ടുണ്ട്, വയലാർ റിസർച്ച് സെൻ്റർ പറഞ്ഞ സാറേ ഇപ്പോൾ എഴുതുന്നത്, ഷാൻ റഹ്മാൻ മ്യൂസിക്, അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അല്ല ചേട്ടാ എനിക്ക് ഒന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ പക്രുച്ചേട്ടനോട് സംസാരിക്കാം, എന്നെ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ വിളിക്കാം. പുള്ളി കട്ട് ചെയ്തു. ഞാൻ പക്രുച്ചേട്ടൻ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട്. എടാ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല. അല്ല ചേട്ടാ ചെന്നൈയിൽ നിന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് വിളിക്കുന്നത്,
നമുക്കൊന്ന് സംസാരിച്ചാലോ ചേട്ടാന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് എന്നാൽ നീ വിളിക്ക് ഇപ്പോൾ സരോവരത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു പൂജയ്ക്ക്. അങ്ങനെ സരോവരത്തിലേക്ക് പൂജയ്ക്ക് വിളിച്ച് ഞാൻ പക്രശേട്ടനൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം ഒരു അലസമായിട്ട് കോലം മുടിയൊക്കെ ആയിട്ട് ഒരു കഴുത്തിലൊരു കറുത്ത ചരടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ചരടൊക്കെ കെട്ടി ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എന്നെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ വിനയനാന്ന് പറഞ്ഞു. വിനയൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടിയില്ല. ഞാൻ വിനായക ചെന്നൈയിൽ നിന്ന് വിളിച്ചില്ല. ആ ശരി. അപ്പം തന്നെ ഞാൻ പക്രച്ചനോട് പറഞ്ഞു ചേട്ടാ ഇത് വിനായക കേട്ടോ എന്ന് പരിചയപ്പെടുത്തി. വിനായക നമ്മൾ പറഞ്ഞില്ലേ, വിനായകൻ്റെ സമയം ശരിയായതുകൊണ്ട് ഷാൻ റഹ്മാൻ ഒപ്പമുണ്ട്. അപ്പോൾ പക്രച്ചനെ പറഞ്ഞു ദേ ഷാനെ ഇങ്ങനെ ആളാണ് എന്ന് പറയും. അപ്പോൾ പുള്ളിയുടെ മുഖം ഭയങ്കര ക്യൂട്ടാണല്ലോ കാണാൻ, ഒരു കുട്ടിത്തമാണ്. അപ്പോൾ അന്നേരം തന്നെ ഷാൻ റഹ്മാനോട് ഷാൻ ചേട്ടനോട് വിളിച്ച് അജയുടെ സംസാരിച്ചു. ഇവർ രണ്ടും കൂടെ സംസാരിച്ച് ആ പടത്തിൽ ആദ്യത്തെ പാട്ട് വിനായക എഴുതുക. അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് വിനായകൻ്റെ ഒരു പോക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ആവേശം വരെ എഴുതി തകർന്നിരിക്കുക. ഹിറ്റ് പാട്ടുകൾ മാത്രമാണ് എല്ലാവരും. അപ്പൊ അങ്ങനെ ചില യാദൃച്ഛികത സംഭവിക്കാറുണ്ട്. റെജി മുഖേന എന്ന് പറയാം. റെജിക്ക് ഒരു കോൾ കൊടുത്തു, അത് മുഖേന എന്റെ ഫോണിലേക്കാണ് ആദ്യ കോള്. അത് വേണമെങ്കിൽ റെജിക്ക് വേണ്ടി ഒരു പാട്ടാണ് ഇതൊക്കെ ഏൽപ്പിച്ചേക്കണം, ഇനി ആരും ഇല്ലാന്ന് പറഞ്ഞു ഒഴിവാക്കാം. പക്ഷെ വിനായകന്റെ സംസാരം അങ്ങനെയായിരുന്നു. അതായത് വളരെ എളിമയോടുകൂടി ഒരു നമുക്കുള്ള ഒരു നമുക്ക് തോന്നുമല്ലോ ഇത് സംസാരിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കോളായിരുന്നു അത്. അത് ഒരു പിന്നീട് അത് ഞാൻ പറയില്ലേ ഒരു പോക്കെന്ന് വെച്ചാൽ പുള്ളി ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇടയ്ക്ക് എപ്പോഴും വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര വേറെ ലെവലാണല്ലോ. പുള്ളി പിന്നെ അത് വേറൊരു വഴിയാണല്ലോ, അതൊരു വേറെ ജേർണിയാണ് പുള്ളിയുടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഡയറക്ഷനും ഉണ്ടല്ലോ. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ഈ പ്രാവശ്യത്തെ ഫെഫ്കയുടെ ഒരു നല്ല ചിത്രങ്ങളിലൊരെണ്ണം എൻ്റെ ആയിരുന്നു വന്ന് ഈ തവണത്തെ അല്ലേ? അതിൻ്റെ പേരെന്തായിരുന്നു? മാർഗവതി. അതിനകത്ത് കോട്ടയം നസറിക്കായിരുന്നു അഭിനയിച്ചത്. അങ്ങനെ അതും നല്ല ഒരു അനുഭവം. അത് എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ നസറിക്ക് പിന്നെയാണല്ലോ വെടിയും പുകയും പോലെ ഇഷ്ടം പോലെ എല്ലാം വെറൈറ്റിയാണ്. നല്ലൊരു കലാകാരനാണല്ലോ. പിന്നെ മിമിക്രി എന്നൊരു കലയോട് എത്രമാത്രം. ഞാൻ പറയുന്നത് നസീർക്ക് എന്ന് പറഞ്ഞ ആള് എത്ര മിമിക്രിക്കാർ വന്നു പോക്കോ, പക്ഷെ കോട്ടയം നസീർ എന്ന് പറയുന്നത് അതൊരു സിംഹമാണ്. അതിനെ മറ്റ് ആരോടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും സ്റ്റേജ് കയറിയാലുണ്ടല്ലോ നസീർക്കയുടെ ഒരു ഏറ്റവും വലിയൊരു ഡെഡിക്കേഷൻ നമുക്ക് കാണുന്നത് വെച്ചാൽ ആ സ്റ്റേജിൽ കയറുന്നിടം വരെ അദ്ദേഹം ടെൻഷനിലായിരിക്കും. എടാ എനിക്കത് ഞാൻ അത് ഓക്കെ എടാ ചെയ്യണം. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്കാം, പിന്നെ മേലും കീഴൊന്നുമില്ല. അത് പിന്നെ പിടിച്ചടക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അതാണ് നസീർക്ക. ഈ ഒത്തിരി ആളുകളായിട്ട് സൗഹൃദം ഇപ്പോഴും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനാണല്ലോ ഇന്നിവിടെ എത്തുന്നത്. നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഈ മിമിക്രിയെ സംബന്ധിച്ചുള്ള നമ്മൾ ഈ ശബ്ദം പഠിക്കണം അല്ല, നമ്മുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ നിന്നു പോകും. അതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ശബ്ദം പോകും, ഉറപ്പായിട്ടും പോകും. കാരണം നമ്മൾ ഈ പാട്ടുകാർ കൃത്യമായിട്ട് സാധകം ചെയ്യണം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് കൃത്യമായിട്ട് ഈ വോയിസ് എന്നും പഠിക്കുമല്ലോ വേണ്ടത്. ഒറിജിനൽ വോയിസ് ഏതാണോ അത് കേൾക്കണം. നമ്മളിപ്പോൾ ഒരു നടൻ്റെ ഒറിജിനൽ വോയിസ് ഏതാണോ അത് കേൾക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഈ ശബ്ദം നമ്മുടേതായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും, നമ്മുടേതിലേക്ക് നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡെയിലി ശബ്ദം കേൾക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇപ്പം റിജി വന്ന കാലഘട്ടം ഇപ്പോൾ 20 വർഷമായി. 20 വർഷത്തേക്ക് ഇപ്പോൾ ഒക്കെ വരുന്ന കുട്ടികളാണെങ്കിലും എന്ത് അതായത് പണ്ടൊക്കെ എന്ന് വെച്ചാൽ മെമിക്രിയിൽ നമ്മൾ ഒരു തോന്നിപ്പിക്കില്ലായിരുന്നു. നമ്മളൊരു സിനിമയിൽ ഡയലോഗ് എടുത്തിട്ട് അതിനൊരു കാരിക്കേച്ചർ വരയ്ക്കുന്ന പോലെയാണ് കുറച്ചൊക്കെ ഒരു എന്താ മുഴപ്പിച്ച് കാണിക്കും നമ്മൾ. ഇപ്പം കൊച്ചിൻ ഹനീഫ ആയാലും ജനാർദ്ദനായാലും അവരുടെ ശബ്ദത്തിൽ നിന്ന് കുറച്ചുകൂടി ഒരു വേറൊരു രീതിയിലേക്ക് ആക്കി ആൾക്കാരിലേക്ക് എത്തിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, പക്ക പെർഫെക്ഷൻ, മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം. മോഡുലേഷൻ ആ ഫീൽ ആൾക്കാരിലേക്ക് കിട്ടണം. അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുന്നാൽ അവരായിരിക്കണം. പിന്നെ അത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുമ്പോൾ അവർ തന്നെയാണ് സംസാരിക്കുന്നത് തോന്നും. അല്ലാതെ അതിനകത്ത് ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലാതെ തോന്നിപ്പിക്കലിൻ്റെ കാലം പോയി. ഇപ്പം പെർഫെക്ഷൻ അല്ലെങ്കിൽ അപ്പം എടുത്ത് അപ്പം തന്നെ റിസൾട്ടാണ്. ഇപ്പം മൊബൈലിലും കൂടെ ഷൂട്ട് ചെയ്യുക ആൾക്കാർ. പിന്നെ മൊബൈലിലോ അത് കഴിഞ്ഞ് അത് മാത്രമല്ല ട്രോളിൻ്റെ പൂരമായിരിക്കും, വേറിപ്പോവും. അതെ. ഈ നമ്മൾ ആദ്യം ഈ മിമിക്രി എന്ന് പറയുന്ന കലയിലേക്ക് ഒരു തുടക്കകാലമുണ്ടല്ലോ, അത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത്? ഇപ്പം എൻ്റെ ഒരു സൗണ്ട് നിങ്ങൾ കുറേ കേൾക്കുന്നു, റെജി കുറേ കേൾക്കുന്നു, അത് പതിയാൻ ഒരു ടൈം എടുക്കും. അതിനൊരു കാര്യമുണ്ട്, എന്നാ അറിയോ? നമ്മളൊരു ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരാളോട് അമിതമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പം നമ്മൾ രണ്ടും അത്രയും അടുത്ത ബന്ധം വന്നു കൂടും. നമ്മൾ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പം എൻ്റേതായ കുറച്ച് സ്വഭാവങ്ങൾ ചേട്ടൻ്റെ കയ്യിലേക്ക് വരും, ചേട്ടൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഈ ശബ്ദവും അങ്ങനെ തന്നെയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ലോക്കാക്കാൻ പറ്റും. ആ ശബ്ദത്തിന് എവിടെയെങ്കിലും നമുക്കൊന്ന് കൊടുത്ത് കിട്ടും. അത് നമ്മൾ കിട്ടിയാൽ പിന്നെ ആ ഗ്രിപ്പ് പിടിച്ച് നമ്മളങ്ങ് പോകും. അത് കറക്റ്റായിട്ട് കിട്ടും. ആളുടെ മാനറിസം കാര്യങ്ങൾ എല്ലാം കിട്ടും. ഇപ്പോൾ ടിനിച്ചേട്ടൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പൊക്കോളും. ടിനിച്ചേട്ടൻ അത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരും. അപ്പം ഇതെല്ലാം നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും കിട്ടും. പിന്നെ ചിലത് എത്ര പുറകെ ഇറന്നാലും പിടിക്കാൻ കിട്ടില്ല അല്ലേ? അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റാത്ത സൗണ്ട് ആർക്കാണ് റെജിക്ക് കിട്ടിയ അനുഭവം? എനിക്ക് ലാലേട്ടൻ്റെ സൗണ്ട് ഞാനിങ്ങനെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ലൂസിഫറിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും കറക്റ്റൊന്നുമല്ല. എനിക്ക് തന്നെ അല്ലെങ്കിൽ കറക്റ്റ് അല്ല. കാരണം അത് ഒരു എന്താ സ്റ്റേജിൽ നമ്മൾ ആ സ്റ്റേജിലല്ലാതെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ലാലേട്ടൻ്റെ സൗണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ ഞാനത് ചെയ്യുകയും ചെയ്യും. പക്ഷെ അല്ലാതെ റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ അതിന് ഭയങ്കര മാറ്റമായിരിക്കും. സ്റ്റേജിൽ ഭയങ്കര സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും, അങ്ങോട്ട് ആ ഒരു ഹൈപ്പിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ ഇതല്ലാതെ നമ്മളൊരു മൊബൈൽ റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ മൈക്ക് റെക്കോർഡ് ചെയ്തോ നോക്കിയാലോ അതിനകത്ത് ഒരുപാട് മാറ്റം ഉണ്ടാവും. വലിയ പ്രശ്നമാണ്. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്. ഇത് എന്നാൽ ഈ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരിലേക്ക് ഒരു 50% എത്തിച്ചാൽ മതി. ബാക്കി അവരുടെ ഇഷ്ടമാണ്. അവരങ്ങോട്ട് ആരവം വെച്ച് തകർക്കൂല. സംഭവം കിട്ടിയാൽ കയ്യടിയിൽ അങ്ങ് പൊക്കോളും. അപ്പം അതാണ്. പക്ഷെ അത് എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് ഇപ്പോഴും ഞാൻ അതിന് വേണ്ടി കിടന്ന് പരിശ്രമിക്കും. ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പറായിട്ട് ചെയ്ത് കണ്ടിരിക്കുന്ന ആരാണ്? ലാലേട്ടനെ ആദ്യകാലത്ത് സാബു തിരുവല്ല എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്താണ്. സാബു തിരുവല്ലാണ്. സാബു ചേട്ടനാണ് ആദ്യം പക്ക പെർഫെക്റ്റ് ആയിട്ട് ലാലേട്ടൻ്റെ മോഡുലേഷനും അല്ലെങ്കിൽ ആ ഒരു സംസാരം എല്ലാം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതിനുശേഷം ഞാൻ കണ്ടേക്കുന്നത് ഈ നമ്മുടെ അസീബ് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞെട്ടിച്ച ആളാണ് നമ്മുടെ ശിവമുരളിയല്ലോ, പേര് വിട്ടുപോയി, തിരുവനന്തപുരത്തുള്ള ആർട്ടിസ്റ്റ് പുള്ളിയായിരുന്നു. അത് കഴിഞ്ഞ് അസീഫ് വന്ന് പുള്ളി ലാലേട്ടനായിട്ട് അങ്ങോട്ട് സംസാരിക്കാതെ ഇത് ഇപ്പം അജി കുഞ്ഞുമനുണ്ടല്ലോ, മഹേഷ് കുഞ്ഞുമൻ കുറേ താരങ്ങളെടുക്കും. മഹേഷ് കുഞ്ഞുമോൻ അത് വേറൊരു ജനുസ്. അതാണ് വേറൊരു മുതലാത്. കാരണം ഒരിടത്ത് തുടങ്ങിയാൽ അത് എത്ര വല്ല മിമിക്രിക്കാരും എത്ര വലിയ ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും മഹേഷിന് അത് വിഷയമൊന്നുമില്ല. കാരണം അവനത് വന്ന് അവൻ്റെ കാര്യങ്ങൾ അടിച്ചു പൊളിച്ച് പെട്ടെന്ന് വന്നൊരു കലാകാരൻ. പിന്നെ അതിനകത്ത് സാധാരണ നമ്മളൊരു മിമിക്രി ചെയ്യണമെങ്കിൽ ഒരു ടോൺ നമ്മുടെ തൊണ്ടയിൽ പിടിച്ചിട്ട് അതിന് അടുത്തൊരു ബ്രീത്ത് എടുക്കാനുള്ള ടൈം വേണ്ടേ? അതുപോലും ഇതൊന്നുമില്ല. ഇത് വെച്ചടിച്ചങ്ങ് പോവാ. കാരണം വിനായകൻ പറഞ്ഞു, അടുത്ത് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു, ബാബുരാജ് പറഞ്ഞു. ഇതിങ്ങനെ മുഖ്യമന്ത്രി എത്തി, പ്രധാനമന്ത്രി എത്തി, വിജയ് സേതുപതിയായി, ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞല്ലോ. പിന്നെ മഹേഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വേണ്ട, ഓൺ സ്ക്രിപ്റ്റാണ്. അതായത് പുള്ളി ഒരു സദസ്സിൽ ചെന്നാൽ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതൊന്നും ചെറിയ കാര്യങ്ങളല്ല. നമ്മളൊരു സൗണ്ട് കൺട്രോൾ ചെയ്ത് പിടിച്ച് ചെയ്ത് ഒപ്പിക്കുക എന്ന് പറഞ്ഞ പോലെയല്ല. ഇത് ആൾക്കാരുമായിട്ട് സാധാരണ അവൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ മഹേഷ് സംസാരിക്കുന്നു. അത് വല്ലാത്തൊരു കഴിവാണ്. പിന്നെയല്ലേ അതല്ലേ. അങ്ങനെ പണ്ട് ചെയ്തവരുണ്ടോ നോൺ സ്റ്റോപ്പായിട്ട്? അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ നസീർക്കയുടെയൊക്കെ ഒരു കോട്ടയം നസീർ പല വെറൈറ്റി, മറ്റേ പട്ടികുര വരെ പല. അല്ലേ, അത് മാത്രമല്ല നസീർക്ക് പണ്ട് ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ചെയ്യുമായിരുന്നു. അതായത് ടൈറ്റാനിക് ആർട്ടിസ്റ്റുകൾ പോകുന്നു. അത് നമ്മൾ ഞെട്ടിപ്പോയി. പറഞ്ഞ പോലെ ആ കഥാപാത്രങ്ങൾ മുഴുവൻ മലയാള സിനിമയിൽ ക്യാരക്ടർ ആക്കുക. അത് മുഴുവൻ ക്യാരക്ടർ ഇങ്ങനെ ഓർക്കുന്നില്ല. അത് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞോണ്ട് പോകും. അങ്ങനെ വെറൈറ്റികൾ കൊണ്ടുവന്ന ആളാണ് കോട്ടയം നസീർ. അതെ. പട്ടിയുടെ കൊര, അതിൽ നടന്മാരുടെ ശബ്ദത്തിൽ പട്ടിയുടെ കൊരയിലേക്ക് വന്ന് വീണ്ടും നടന്മാരിലേക്ക്. പട്ടിയുടെ കൊര വേറെ ഇവിടെ കുറച്ചിട്ട് പിന്നെ ഒരെണ്ണം അങ്ങ് ദൂരെ ആയിരിക്കും. അപ്പോൾ ആ ഒരു വേരിയേഷൻ ഉണ്ട്. ഒരു മിമിക്രി പഠിക്കാൻ ഒരു സ്റ്റുഡൻറ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും? ഒരു അവന് മിമിക്രി എന്ന് പറയുന്നത് പെട്ടെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റിയ കാര്യമല്ല. പെട്ടെന്ന് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. അവൻ അതിനു വേണ്ടി മെനക്കെടണം. ആർക്കും ചെയ്യാൻ പറ്റും, ആർക്കും മിമിക്രി പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് എങ്ങനെ അയാളുടെ ശബ്ദം മാറ്റി പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും മിമിക്രി പഠിക്കാൻ പറ്റും. അത് ആരിലേക്കാണ് ആ ശബ്ദം പോകുന്നതെന്ന് അവൻ അന്വേഷിച്ച് പിടിക്കണം. ആ ഒരാളെ കിട്ടിയാൽ
പിന്നെ അവൻ രക്ഷപ്പെട്ടു. പിന്നെ അതേ കണക്ട് ചെയ്ത് ഒരാളെ കിട്ടിയാൽ മതി. പിന്നെ അവനിലേക്കായി അത്. പിന്നെ അവൻ അതിൻ്റെ എന്താ പറയുക ഒരു ട്രിക്ക് പിടികിട്ടും. പിന്നെ അവന് അടുത്ത ആളെ പിടിച്ച് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ പറ്റുമല്ലേ? അത് കൃത്യമായിട്ട് ഒരാളെ ക്യാച്ച് ചെയ്യണം. ഒരാളെ ക്യാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സാധാരണ പണ്ട് നമ്മളാണ് ഏറ്റവും ആദ്യം പഠിക്കാൻ ശ്രമിക്കുന്നത് പ്രേം നസീർ ആയിരിക്കും. പ്രേം നസീർ നമ്മളിങ്ങനെ പ്രിയമുള്ള എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ, എൻ്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ച് ഈ ഒരു വെച്ച് നമ്മൾ പറയുമല്ലോ, ആ സാധനം തന്നെ മറ്റേ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തന്നെ നമുക്ക് ചേഞ്ച് ആവുക. ആ ഒരു ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനാർദ്ദനം ചെയ്യാൻ പറ്റും, ലാലോലിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ താരങ്ങൾ അതിൽ നിന്ന് തന്നെ പിടിച്ചു പോകാൻ പറ്റും. ഭയങ്കര ഒരു കഴിവുള്ള സംഭവമാണ്. അതെ അതെ, അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. അതെ അതെ, മിമിക്രിയിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് അവൻ ഒരു ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിൽ അവന് ഓരോ പാട്ടുകളും വന്നു ചേരുന്നുണ്ട് അവനിലേക്ക്. പക്ഷെ മിമിക്രിക്കാരനെ സംബന്ധിച്ച് അതല്ല. പിന്നെ ഒന്നിനൊന്നിനും മെച്ചപ്പെടുത്തും. പുതിയ ആളുകൾ വരും, പുതിയ ആൾക്കാർ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ വന്നതോടുകൂടി ഒരു രക്ഷയില്ല. അത്രയും ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പാട്ടുകൾ ചേഞ്ച് വരും. പാട്ട് വേറെ രീതിക്കും പാടാം. നമുക്ക് ഒത്തിരി പാട്ടുകൾ പാടാം പാട്ടുകാർക്ക്. പക്ഷെ മിമിക്രിക്ക് അങ്ങനെയല്ല. മിമിക്രിയിൽ അവൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതുപോലെ സ്ട്രഗിൾ ചെയ്യണം. അതെ അതെ, ഒന്ന് തെറ്റിയാൽ തീർന്നു പോയി. പാട്ട് നമുക്ക് ഓർക്കസ്ട്ര ഒക്കെ പിടിച്ചങ്ങ് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. മിമിക്രിക്ക് പറ്റില്ലല്ലോ. പക്ഷെ പാട്ടെന്ന് വെച്ചാൽ ഇപ്പോഴതല്ല. ഇപ്പൊ പാട്ടില് ഈ പറഞ്ഞ പോലെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ സംഗതി എന്താണെന്നും ഒരു വലിയ ശ്രുതി എന്താണെന്നും ലിറിക്സ് എന്താണെന്നും എല്ലാം കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് കളികളൊന്നും നടക്കുന്നില്ല. അപ്പം അത്രയും വളർന്നുവല്ലോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ അത്രയും വളർന്നില്ലേ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ കഴിവുള്ളവർക്ക് എപ്പോഴും വേദികളാണ്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പം പറഞ്ഞ പോലെ ഒറ്റ വീഡിയോ ഇട്ടാൽ മതി. ഇപ്പോൾ പിഷാരി പറഞ്ഞ പോലെ ഒരു വീഡിയോ 10 ലക്ഷം പേര് കാണണമെങ്കിൽ നമ്മൾ ഒരു 5 കൊല്ലം അമ്പലപ്പറമ്പ് കിടന്ന് പണിയണം. പക്ഷെ നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ ഒരൊറ്റ വീഡിയോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർ സെക്കൻഡ് കൊണ്ടുണ്ടല്ലോ 10-20 മുകളിലേക്ക് പോകും. അവൻ വൈറലായി, അവൻ സ്റ്റാറായി, പിന്നെ പറക്കാം. അതാണ് വ്യത്യാസം. അതാ വ്യത്യാസം. റെജിയുടെ ഒരു വളർച്ച ദൂരെ നിന്ന് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പല പ്രോഗ്രാമും കണ്ടാക്കൊണ്ടാണ് റെജിയോട് എനിക്ക് ഇത്ര ഇഷ്ടം. രാമപുരം എന്ന് മാത്രം സ്നേഹത്തോട് വിളിക്കുന്ന ഇവിടെ വരികയും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. അത് കുടുംബത്തിലെ പരിപാടിയാണ്. അങ്ങനത്തെ പോലെ തന്നെ നിൽക്കുകയാണ്. ഒരു 2 ലൈൻ പാട്ടോട് കൂടി നമുക്ക് ആരുടെയൊക്കെ ഒരു വോയിസിൽ അത് ഈ അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് ഞാൻ പാടാം. അത് ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ വൈറലായ ഒരാളുണ്ട്. കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരുള്ള ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം പാചകപ്പുരയിലിരുന്ന് ഈ കായ കണ്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാടിയ വൈറലായത്, ഭയങ്കര വൈറലായി. പക്ഷേ അത് ദാസേട്ടൻ പാടിയ പാട്ടത്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് അപ്പം അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. ഞാൻ പാട്ടുകാരനല്ല കേട്ടോ, അതുകൊണ്ട്. അല്ല, എനിക്കറിയാം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ രൂപം, ഹരിനാരായണ രൂപം. മനോഹരമാവുന്നു. ഇനിയും ഒത്തിരി യാത്ര തുടങ്ങുക. ഡയറക്ഷൻ സിനിമയിലേക്ക് മാറുക. അതിനുവേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിൽ ഞാൻ അറിഞ്ഞ കഠിനമായ പരിശ്രമത്തിലാണ്. സ്ക്രിപ്റ്റൊക്കെ തീർന്നു എന്നാണ് അല്ലേ? സ്ക്രിപ്റ്റൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പം അതും ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയൊരു എന്താ ചേട്ടനൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലെന്ന് ദൈവഭാഗ്യം ഞാൻ കാണുകയാണ്. വലിയ ബിഗ് സ്ക്രീനിൽ പേരെഴുതി വരട്ടെ. രാമപുരംകാർക്ക് അഭിമാനമായി മാറട്ടെ. എന്നും നമ്മൾ നാടിനോട് സ്നേഹിച്ചാൽ നമുക്കൊരു വളർച്ച. അയ്യോ, അത് നാടെന്ന് പറഞ്ഞാണല്ലോ, എൻ്റെ നാടിനോടുള്ള സപ്പോർട്ട് വരുന്ന നാട് വേറെയില്ല. ചേട്ടൻ ഒരു ദിവസം രാമപുരത്തിന് ഞാൻ രാമപുരത്ത് എനിക്ക് രാമപുരത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉണ്ണി രാമപുരം. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത് പുള്ളിക്ക് ഡബിങ് സ്റ്റുഡിയോ മ്യൂസിക്. അതെ അതെ അതെ, അല്ല ഉണ്ണിച്ചേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടൻ, നമ്മുടെ അടുത്ത തൊടുപുഴയിലുണ്ടല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉണ്ണി രാമപുരം. ഉണ്ണിയുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതെ അല്ലേ, അവിടെ അടുത്ത് എൻ്റെ വീട്. ഉണ്ണി രാമപുരം എന്ന് വെച്ചാൽ നമ്മൾ ഹൃദയ ആത്മബന്ധമുള്ള ആളാണ്. അങ്ങനെയാണ് രാമപുരത്ത് നമ്മൾ വരുന്നത്. പുള്ളിയുടെ വീട്ടിൽ വരിക. അതെ അതെ, അങ്ങനെയൊക്കെ. സാധാരണ പല ആർട്ടിസ്റ്റുകളും പറയാറുണ്ട് ഈ സ്വന്തം നാട്ടിൽ എടാ എനിക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ പരിപാടി ചെയ്തോളൂ. പക്ഷെ ഞാൻ നാട്ടിൽ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, നാട്ടുകാർക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നു എല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മിമിക്രിക്കാരെ മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്, പാട്ടുകാരെ കൊണ്ടുപോയിട്ടുണ്ട്, ഷോ ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ എനിക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ വേദികൾ തന്നിട്ടുണ്ട്.
ഇന്നും തരുന്നുണ്ട്. അതാണ് നമുക്ക് നാടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് സ്നേഹമുള്ളൂ. നമ്മളെ ചേർത്ത് നിർത്താൻ അവരുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ചേർന്ന് നിൽക്കാൻ പറ്റും. എവിടെയും പോകാം, എവിടെയും ചേർന്ന് നിൽക്കാൻ എവിടെയും ചേർന്ന് നിൽക്കാനും പറ്റും. നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ നാട്ടിലിറങ്ങിയിട്ട് ഇപ്പം എൻ്റെ നാട്ടിലിറങ്ങിയിട്ട് എൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരാരെങ്കിലും എൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്കൊരു ടെൻഷനും ഇല്ല. ഇല്ല. അപ്പോൾ ഒത്തിരി സന്തോഷം. ഒരുപാട് ഒത്തിരി താങ്ക് യു. പരിപാടിയിലേക്ക് പോവാം. താങ്ക് യു. താങ്ക് യു.